ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോടൊപ്പം ഒരിക്കൽ കൂടി ഈ ബൈബിൾ ക്ലാസ്സിലായിരിക്കാനിടയായതിൽ അതീവമായ സന്തോഷമുണ്ട്. എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. കർത്താവിന് മഹത്വം കരയേറ്റുന്നു. May the name of the Lord be exalted. I am very happy to be with you, all of you, once again this week for this Bible study, and praise God for this opportunity. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടെ ഇന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. Over the few weeks I was sharing you some of my life experiences. A part of it I would want to share today also and begin the study. 1974 ജൂലൈ മാസം 20 രാവിലെ ക്രൈസ്തവ സ്നേഹിതരെ പരാജയപ്പെടുത്തി മടങ്ങി ഭവനത്തിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് യേശുവിനെ ഞാൻ പരിചയപ്പെടുന്നത്. On July 20th, 1974, when I had defeated my friends and put them to shame, and when I was returning back home on that night, I came to encounter with the Lord Jesus Christ. കർത്താവിനോട് നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം കർത്താവിനായി സമർപ്പിക്കുകയും 21-ാം തീയതി അടുത്ത ദിവസം തുടങ്ങി പാസ്റ്റർ T.S. ജോർജ് എന്ന അഭിഷിക്തന്റെ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. When that night the Lord touched me powerfully, and from 21st onwards I was able to attend the teaching under the ministry of Pastor T.S. George, and that was a great opportunity in my life. അന്ന് എനിക്ക് ലഭിച്ചതായിട്ടുള്ള ആ ബൈബിൾ എൻ്റെ വീടിൻ്റെ തലയിണയുടെ അടിയിൽ വെച്ച് ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച്, അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി വന്നിട്ടില്ല, ഈ ബൈബിൾ വായിക്കുവാനായി തുടങ്ങി. The Bible I received that day, I used to keep it near my pillow, putting a kerosene lamp, and I used to read. Those days electricity was not there. That is how I started reading. അങ്ങനെ ആദ്യത്തെ സൺഡേ വന്നപ്പോൾ കൊച്ചറ ഷാരോൺ ചർച്ചിൽ ആരാധനയ്ക്ക് പോകുവാനായിട്ട്, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ക്രിസ്തീയ ആരാധനാലയത്തിൽ ആരാധനയ്ക്ക് പോകുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. So when the first Sunday came for the first time in Kochara, in the Sharon fellowship, for the first time to a Christian worship, God helped me to go on that day. ബൈബിൾ കൊണ്ടുപോകുവാൻ ഞാൻ തയ്യാറായില്ല. But I was not ready to take my Bible and go. കാരണം ബൈബിളുമായിട്ട് പോകുന്ന കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകും ഇത് ചർച്ചിലേക്ക് പോകുകയാണ് എന്ന്. So when people see that I'm taking my Bible and going, they will understand that I am going to church. അതുകൊണ്ട് ബൈബിൾ എടുക്കാതെയാണ് ഞാൻ ചർച്ചിലേക്ക് പോയത്. So without taking my Bible, I went to the church. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ എന്നിൽ വലിയ കുറ്റബോധമുണ്ടായി. എന്തുകൊണ്ട് ബൈബിൾ എനിക്ക് എടുത്തുകൂടാ? എൻ്റെ കയ്യിൽ ബൈബിൾ ഇരിക്കുന്നത് മറ്റുള്ളവർ കാണുന്നതിന് എന്താണ് ഷെയിം എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. After walking for some distance, I had this guilt feeling. What is the shame in carrying the Bible? What is the shame in others seeing me carrying it? I was thinking. വാസ്തവത്തിൽ ഞാൻ ബൈബിൾ എടുത്താൽ ബൈബിളിന് നാണക്കേടുണ്ടാകുമെന്നല്ലാതെ എനിക്കെന്ത് നാണക്കേടുണ്ടാകാനാണ്? Truthfully, if I carry the Bible, only the Bible may be put to shame. But what is the shame that I may be going through? അതെനിക്ക് വലിയൊരു അഭിമാനം തരുന്ന കാര്യമല്ലേ? എന്നെപ്പോലെ ഒരാൾക്ക് ലോകം കണ്ടിട്ടുള്ളതില് ഏറ്റവും വലിയ വിജ്ഞാനപ്രദമായ ഒരു പുസ്തകം കയ്യിൽ പിടിക്കുക എന്ന് പറയുന്നത്, അതിന് വാസ്തവത്തിൽ യോഗ്യരായിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എനിക്ക് ആ ഭാഗ്യം നൽകിയപ്പോൾ ഞാൻ എന്തുകൊണ്ട് ലജ്ജിക്കുന്നു എന്ന് ചിന്തിക്കുവാൻ തുടങ്ങി. I was feeling a thing like, why am I ashamed of the one carrying a book which is a great matter of pride, one of the greatest, more than the knowledge of this world, the greatest scientific book, more than that, a more precious book that I'm holding. So why should I be ashamed of carrying it? ഞാൻ മടങ്ങി വീട്ടിലേക്ക് പോയി എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് 1.5 കിലോമീറ്റർ കാണും ഞാൻ ആ ചർച്ചിലേക്ക് കൊച്ചറ ടൗണിലൂടെ എല്ലാവരും കാണുക ആ ബൈബിൾ വായിച്ചുകൊണ്ട് ഞാൻ നടന്ന് എനിക്കുള്ള ആ ഷെയിം അങ്ങ് ക്രൂശിച്ചു. I again went back to home and took the Bible, and for 1.5 kilometers I walked through that small town of Kochara, reading the Bible, going to the church, and crucified the shame once and for all. ബൈബിൾ വായിച്ചറിയാനല്ല ഞാൻ ബൈബിളുമായിട്ട് പോകുന്നു, ഞാൻ ബൈബിൾ വായിക്കുന്നുവെന്ന് എൻ്റെ ഗ്രാമത്തിലുള്ളവരെല്ലാം അറിയണം. അങ്ങനെ എന്നിലുള്ള ആ ഷെയിം ക്രൂശിക്കപ്പെടണം. ഇതായിരുന്നു അതിന്റെ ലക്ഷ്യം. So the aim behind it, that when I am reading the Bible, the people in my village should know that I am reading it, and through that I wanted to crucify all that shame that I had. അങ്ങനെ ഞാൻ ചർച്ചിൽ കടന്നുപോയി.
Like that, I went for my first Sunday church. സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് സാക്ഷ്യം പറയാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. God gave me the grace to read a verse from Psalms and share my testimony. അതായിരുന്നു എന്റെ ആദ്യത്തെ ക്രൈസ്തവ സഭയുടെ അനുഭവം. That was my first Sunday worship experience. ദൈവം അനുവദിക്കുകയാണെങ്കിൽ മറ്റ് അടുത്ത സാക്ഷ്യം ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ പറയാം. നമ്മളൊരു വലിയ വിഷയത്തിന് മുൻപിലാണ് ആയിരിക്കുന്നത്. God willing, we will share more experiences in the coming weeks. We are in front of a big important subject. വെളിപ്പാട് പുസ്തകത്തിന് 22 അധ്യായങ്ങളാണുള്ളത്. There are 22 chapters for the book of Revelation. അതിൽ 2-3 അധ്യായങ്ങളിൽ 7 സഭകളെ കുറിച്ചുള്ള സന്ദേശങ്ങളാണ്. In the chapters 2 and 3, there are messages to 7 churches. ഈ 7 സഭകൾ അന്ന് നിലവിലുണ്ടായിരുന്ന ചർച്ചുകളാണ്. These 7 churches were currently in that time it was present. 7 പട്ടണങ്ങളിൽ ഉള്ള 7 ചർച്ചുകളായിട്ടാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. The churches are depicted as present in 7 cities as 7 churches. 7 സഭകളില് ആദ്യത്തെ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എഫെസോസ് സഭ എന്നാണ്. In the 7 churches, the first church which is described is the church of Ephesus. എഫെസോസ് പട്ടണത്തിൽ ഉണ്ടായിരുന്ന ചർച്ച് എന്നാണ് എന്റെ അർത്ഥം. It was placed in the city of Ephesus is what it means. റോമൻ സാമ്രാജ്യം നിലനിന്നിരുന്ന കാലത്ത് ചിറ്റാസിയുടെ തലസ്ഥാന നഗരിയായിരുന്നു എഫെസോസ്. In the Roman Empire, it was the capital city of that ruler in that the city of Ephesus. ആ കാലഘട്ടത്തില് 24,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്റ്റേഡിയം അവിടെ ഉണ്ടായിരുന്നു. In those days, there was a stadium which could accommodate 24,000 people. അതൊരു തുറമുഖ പട്ടണമായിരുന്നു. It was a coastal area. It was a coastal area. അവിടെ ഈ നമ്മുടെ താജ്മഹൽ പോലെ ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത് ഈ പട്ടണത്തിലാണ്. One of the 7 wonders of those days, the great Artemis idol was in the city of Ephesus. Temple നിലവിൽ നിന്ന്. Temple of Artemis was in the city of Ephesus. അതിന് 120 തൂണുകൾ തന്നെ ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിന്. The temple consisted of 120 pillars. 30-ലധികം തൂണുകൾ സ്വർണം കൊണ്ടും രത്നം കൊണ്ടും ഡെക്കറേറ്റ് ചെയ്യപ്പെട്ടതായിരുന്നു. More than 30 pillars were overlaid with gold and various kinds of pearls. അപ്പോസ്തലനായ പൗലോസ് ഈ പട്ടണത്തിൽ പ്രസംഗിക്കുകയും വലിയ എതിർപ്പുകൾ ഈ ക്ഷേത്രവുമായിട്ടുള്ള ബന്ധത്തിൽ തനിക്കുണ്ടായിട്ടുണ്ട്. Apostle Paul had preached in the city of Ephesus and there was great persecutions which was against him in that time. അവിടെയുള്ള സഭയ്ക്ക് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനിലൂടെ മാത്രമല്ല പൗലോസും ലേഖനം എഴുതുന്നുണ്ട്. അതാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം. Yeah, to this church in the city of Ephesus, not only John who is writing, even Paul is writing a letter, the letter of Ephesians to the Ephesian church. നമുക്ക് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. We will read Revelation chapter 2 verse 1 onwards. ഞാൻ ആദ്യം മലയാളത്തിൽ വായിക്കാം, അതിനുശേഷം ഡോക്ടർ ബെഞ്ചമിന് ഇംഗ്ലീഷിൽ വായിക്കും. Yes. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കുളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാൻ ഞാൻ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. എങ്കിലും നിക്കോലാവരുടെ നടപ്പ് നീ പഹിക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അത് ഞാനും പഹിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. To the angel of the church of Ephesus write, these things says he who holds the 7 stars in his right hand, who walks in the midst of 7 golden lampstands. I know your works, your labor, your patience,
and that you cannot bear those who are evil. And you have tested those who say they are apostles and are not, and have found them liars. And you have persevered and have patience, and have labored for my name's sake, and have not become weary. Nevertheless, I have this against you, that you have left your first love. Remember therefore from where you have fallen, repent and do the first works, or else I will come to you quickly and remove your lampstand from its place, unless you repent. But this you have, that you hate the deeds of the Nicolaitans, which I also hate. He who has an ear, let him hear what the Spirit says to the churches. To him who overcomes, I will give to eat from the tree of life, which is in the midst of the paradise of God. യേശു കർത്താവ് നേരിട്ട് ഈ സഭയോട് സംസാരിക്കുകയാണ്. The Lord Jesus is directly speaking to this church. ഈ സഭയുടെ പാസ്റ്ററായിരുന്നു യോഹന്നാൻ, അപ്പോൾ അപ്പോസ്തലൻ. അദ്ദേഹം ഇപ്പോൾ പത്മോസ് ദ്വീപിലാണ്. അദ്ദേഹത്തിന് ഈ സഭയിൽ വന്ന് ശുശ്രൂഷിക്കുവാൻ കഴിയുകയില്ല. John was the pastor to this church in Ephesus, and he was an apostle, but now he was in island of Patmos, and now he was not able to come and minister to this church. എന്നാൽ ആ സഭയ്ക്കുള്ള ദൂത് എഴുത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. But the message to that church, he is communicating through this letter. ഏത് കാലഘട്ടങ്ങളിലും ദൈവം തന്റെ സന്ദേശം ജനത്തിന് അറിയിക്കും. അതിന് ഒരു വാതിൽ അടയപ്പെട്ടാൽ മറ്റൊരു വാതിൽ തുറക്കപ്പെടും. In whatever situation or season that the church finds itself in, the Lord Jesus is able to reach out his message in whatever situation. If one door is open, he can open another door to reach out that message to them. ഇപ്പോൾ കൊറോണയുടെ കാലമാണ്. എനിക്ക് വെല്ലൂർ വരുവാൻ സാധ്യമല്ല, നിങ്ങൾക്ക് ഇവിടെയും വരുവാൻ സാധ്യമല്ല. ദൈവം നമുക്ക് ഈ സൂമിലൂടെ ഒരു വാതിൽ തുറന്നു തന്നിരിക്കുകയാണ്. This is a period of corona. I'm not able to come to Vellore. You're not able to come to my place. But thank God for this Zoom platform that we are all able to meet together in this way. ദൈവിക സന്ദേശം ലോകത്തിന് അറിയിക്കുവാൻ തടസ്സങ്ങൾ ഒരിക്കലുമില്ല. ഒരു തടസ്സമുണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റൊരു വാതിൽ തുറന്നിട്ട് മാത്രമേ ആ വാതിൽ അടയത്തുള്ളൂ. That means to transmit the message of God, there is no oppositions. If there is a door which is trying to be closed, but another door is already open so that the message can go forward. അടഞ്ഞു കിടക്കുന്ന വാതിൽക്കൽ നിന്ന് സമയം കളയരുത്. തിരിഞ്ഞു നോക്കുമ്പോൾ തുറന്നു കിടക്കുന്ന വാതിൽ കാണും, അത് ഉപയോഗിച്ചു കൊള്ളണം. Don't waste your time in front of the closed door. When you turn around, you can see an open door. Use that door and go forward. ഈ സഭയുടെ കുറ്റം കർത്താവ് വെളിപ്പെടുത്തുന്നത് 2:4 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ആദ്യ സ്നേഹം അവർ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. Lord Jesus is telling a shortcoming of this church in verse 4, that they have left their first love. ഓർക്കുക, കർത്താവ് നമ്മളെ സ്നേഹിക്കുമ്പോൾ തന്നെ നമ്മുടെ കുറവുകൾ കാണുകയും അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. Dear friends, when the Lord Jesus sees our shortcomings, it's not only that he reminds us, he wants us to know where we have fallen. എഫെസോസ് സഭയ്ക്ക് കർത്താവിനോടുണ്ടായിരുന്ന ആദ്യ സ്നേഹം, അവർക്ക് സ്നേഹമില്ലെന്നല്ല, അവർക്ക് സ്നേഹമുണ്ട്, അവർ ക്രിസ്ത്യാനികളാണ്. പക്ഷേ അവർ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ സ്നേഹം അവരിൽ നഷ്ടപ്പെട്ടു എന്ന് കർത്താവ് കാണുകയാണ്. About the Ephesian church, when the Lord sees, it's not that they have not love. They were Christians, they had the love, but now they have lost the first love, is what the Lord is seeing. ഒരുപക്ഷേ ഇത് നമ്മളോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. Maybe it might be a message which is also relevant for us. കർത്താവായ യേശുവിനെ നമ്മൾ സ്വീകരിച്ച ആ വേളകളിൽ കർത്താവിനോടുള്ള സ്നേഹം നമ്മളിൽ ആഴമായിട്ടുണ്ടായിരുന്നു. When we accepted the Lord Jesus, we had a love for Jesus which was very deep for him. എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് തൃപ്തി വരികയില്ല, എത്ര ആരാധിച്ചാലും നമുക്ക് തൃപ്തി വരികയില്ല, എത്ര ബൈബിൾ വായിച്ചാലും തൃപ്തി വരികയില്ല. കാരണം കർത്താവിനോടുള്ള സ്നേഹം. How much ever we pray or worship or read the Bible, we are not satisfied because the love for God was so great in those days. കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ചപ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞു. When the love to the Lord Jesus was increased, we forgot ourselves and spoke about Jesus to others. എന്റെ വിവാഹം തിരുവനന്തപുരത്ത് ചപ്പാത്തുങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നടന്നത്. My marriage happened in the place of Trivandrum.
അന്ന് ഞാൻ ഷാരോൺ ബൈബിൾ സ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു. That day I was a teacher in Sharon Bible School. അതുകൊണ്ട് വളരെയധികം ആൾക്കാർ അന്ന് ആ കല്യാണത്തിന് ചർച്ച് ലീഡേഴ്സായിട്ടും അതുപോലെ ഞാനൊരു സുവിശേഷകനായിരുന്നുണ്ട്, ആ നിലയിലും വളരെയധികം ആൾക്കാർ ആ കല്യാണത്തിൽ പങ്കെടുത്തു. Therefore, many people were part of that wedding because I was a minister of the Word of God, and many people knew and they were part of the wedding. എന്റെ കുടുംബത്തിലുള്ളവര്, രക്ഷിക്കപ്പെടാത്ത ഹൈന്ദവരായിട്ടുള്ള എന്റെ റിലേറ്റീവ്സ്, എന്റെ സഹോദരങ്ങൾ, അങ്ങനെ പലരും ആ കല്യാണമായതുകൊണ്ട് പങ്കെടുത്തു. Even my relatives, even though they were from a non-Christian background, they also took part of it because it was a wedding. ഞാൻ ഒരു മണവാളനായിട്ട് ആ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയും ഓരോരുത്തർ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇന്നൊരു നല്ല സമയമാണല്ലോ, സുവിശേഷം പ്രസംഗിക്കാൻ പറ്റിയൊരു സമയമാണല്ലോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. So when I was sitting as a bridegroom in that chair, I was wondering it is a very good time to share the gospel in this time. ഞാൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് എന്റെ കല്യാണ ശുശ്രൂഷ നടത്തേണ്ട പാസ്റ്റർ KL സണ്ണിയുടെ ചെവിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കും ഒരല്പസമയം പ്രസംഗിക്കാൻ സമയം തരാമോ? I slowly got up and went and spoke to the pastor KL Sunny, who was going to preach at my marriage. Slowly whispered in his ears, can you also give me a little time to preach in this time? എനിക്ക് സമയം തന്നു. He gave me the time. ഞാൻ അവിടെ പ്രസംഗിച്ചു, യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. So I preached about Jesus in that wedding. കാരണം കർത്താവിനോടുള്ള സ്നേഹം നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് പറയാതിരിക്കാൻ ഒക്കെയല്ല. Because when we have that love of Jesus on our lives, we cannot be silent without we want to tell it to others. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചറയിൽ ചെന്നു. After our wedding was over, we went back to Kocherata. ഞങ്ങളുടെ വീട്ടിൽ ചെന്നു. We went to our home. വീട്ടിലുള്ളവരാരും ഈ വിശ്വാസത്തിൽ വന്നില്ലെങ്കിലും അവരൊരു ചെറിയ പന്തലുമൊക്കെ ഇട്ട് ഒരു ടീ പാർട്ടിയൊക്കെ ക്രമീകരിച്ച് ഞങ്ങളെ സ്വാഗതം ചെയ്യാൻ കാത്തിരുന്നു. Though people were not come to the faith, they had put a shamyana tent and they were wanting to welcome us with a tea party. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു 300ഓളം ആൾക്കാർ അവിടെ കൂടിയിട്ടുണ്ട്. When I had gone there were almost 300 people who had gathered there. എന്റെ സ്നേഹിതരും അയൽവാസികളും റിലേറ്റീവ്സും ഒക്കെയാണ്, എന്നെ പരിചയമുള്ളവരാണ് അവിടെ വന്ന് നിൽക്കുന്നത്. Our friends, our neighbors, our relatives, all those who were known to us had come for that small gathering. ഞങ്ങളെ വെൽക്കം ചെയ്തു. ഞങ്ങൾക്ക് ഇരിക്കാനുള്ള പ്രത്യേക സ്ഥലമെല്ലാം അവിടേക്ക് ഞങ്ങളെ ആനയിക്കാനൊക്കെ വന്നപ്പോൾ ഞാൻ നോക്കി, ബിലിഗ്രാം വന്നാലും ഇവര് വരാൻ സാധ്യതയില്ല പ്രസംഗം കേൾക്കാൻ. ഇത് സുവിശേഷം പറയാൻ പറ്റിയൊരു സമയമായിട്ട് എനിക്ക് തോന്നി. They gave a good chair, a separate chair to sit. And when I was seeing, even if Billy Graham comes, these people may not come to listen to him. This is a very right opportunity to share the gospel to them. ഞാൻ എന്റെ ഭാര്യയോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അരമണിക്കൂർ അവിടെ നിന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. So I left my wife to sit there and I got the time to speak the gospel for half an hour. കർത്താവിനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനെ കുറിച്ച് പറയാതിരിക്കാൻ ഒക്കുകയില്ല. When we have the love towards our Lord, we cannot be silent without speaking about him to others. എന്നാൽ ആ സ്നേഹം നമ്മളിൽ കുറയുമ്പോൾ, when that love decreases in us, നമുക്ക് അവസരം കിട്ടിയാലും പറയാൻ നമുക്കൊരു ഷെയിമായിരിക്കും. Even if we get the opportunity, we may be ashamed to share the gospel. പ്രാർത്ഥനയ്ക്കൊക്കെ നമുക്ക് വലിയ മടിപ്പാകും. ബൈബിൾ വായിക്കുന്നതിൽ നമുക്ക് സന്തോഷം കുറയും. ആരാധന നമുക്ക് മുഷിപ്പാകും. അതിന്റെ അർത്ഥം നമ്മുടെ സ്നേഹം, ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം കുറഞ്ഞുപോയി എന്നാണ്. It feels like uncomfortable to pray, even to read Bible, also to worship God. We feel somehow decreased. It is like the first love has decreased in our lives. കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ നൽകിയ, നമുക്ക് വേണ്ടി രക്തമൊഴുക്കി നൽകിയ കർത്താവ് നിന്റെ സ്നേഹം കുറഞ്ഞുപോയല്ലോ എന്ന് നമ്മളോട് പറഞ്ഞാൽ അത് എത്ര ദുഃഖകരമാണ്. When the Lord Jesus, who shed his own blood for us to redeem us from our sins, when he points out your love has decreased, how sorrowful it is. നമ്മുടെ മാതാപിതാക്കളോ ഭാര്യയോ ഭർത്താവോ മക്കളോ സ്നേഹിതരോ സ്നേഹം കുറഞ്ഞു എന്ന് പറഞ്ഞാലും അതൊരു വലിയ വിഷയമൊന്നുമല്ല. If your parents or your friends or your spouse may say that your love has decreased, it may not be a great matter. എപ്പോഴും എല്ലാവരോടും നമുക്ക് സ്നേഹമായിരിക്കാനൊന്നും കഴിയുകയില്ല. All the time we may not be able to love others.
നമുക്ക് വേണ്ടി ജീവനെ നൽകിയ ആ കർത്താവിനോടുള്ള സ്നേഹം കുറയുക അതൊരു വലിയ തെറ്റ് തന്നെയാണ്. ഇത് കർത്താവ് ഒരു തെറ്റായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. But when we decrease our love towards the one who has shed his life, his blood for us, and when he points out to us that wrong, it is a great mistake on our part. കർത്താവ് പറയുകയാണ്, നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. The Lord Jesus is saying that I have something against you, that you have left your first love. അതിന്റെ പരിഹാരവും യേശു പറയുന്നുണ്ട് 5-ാം വാക്യത്തിൽ. The solution towards that also he is mentioning in verse 5. നിങ്ങൾ വെളിപ്പാട് പുസ്തകം തുറന്ന് 2-ാം അധ്യായം തുറന്നു വെച്ചുകൊണ്ടിരിക്കണം. നമ്മളൊരു പല ഈ പുസ്തകം പഠിപ്പിക്കുന്ന പല രീതിയിലാണ് ഞങ്ങൾ. ഇതൊരു പ്രത്യേക മെത്തേഡിലാണ് പോകുന്നത്. അതുകൊണ്ട് ബൈബിൾ നിങ്ങൾ തുറന്നു വെച്ചിരിക്കണം. അപ്പോൾ ആദ്യ സ്നേഹം നമ്മൾ നഷ്ടപ്പെട്ടതിന്റെ പരിഹാരം കർത്താവ് പറയുന്നുണ്ട്. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലാണ്, നീ മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. Please keep your Bibles open to Revelation chapter 2 verse 5. Remember therefore from where you have fallen, repent and do the first works. അപ്പോൾ ഇവിടെ നമുക്ക് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് നാക്കിലൂടെയല്ല പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ വെളിപ്പെടുത്തേണ്ടത്. So here the way we display our love is not just by our words but the works that we do. കർത്താവ് പറയാണ്, നിനക്ക് ആദ്യ സ്നേഹത്തിലേക്ക് വരണമെങ്കിൽ ഒന്നാമതായിട്ട് മാനസാന്തരപ്പെടണം. The Lord Jesus is saying that if you have to come back to the first love, first you need to repent. മനസ്സിന് മാറ്റം വരുത്തണം. That means there is a change of mind that needs to happen. യേശുവിൽ നിന്ന് എങ്ങോട്ടാണ് നമ്മൾ പോയത്, നമ്മുടെ മനസ്സ് പോയത് എന്ന് നമ്മൾ കണ്ടിട്ട് ആ മനസ്സിൽ മാറ്റം വരുത്തണം. We need to identify where is the area I went away from the Lord, and we need to change our mind towards the Lord. എന്നിട്ട് ആദ്യത്തെ പ്രവൃത്തി, പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യണം. After repenting, we need to keep on doing the first works that we were doing before. നാം യേശുവിനെ സ്വീകരിച്ച കാലങ്ങളിൽ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. We know what all the works that we did when we accepted the Lord Jesus in our lives. ഇപ്പോൾ അത് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല. Now we are not able to do that in our lives. കാരണം ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. It is because we have lost our first love of the Lord. അത് മടക്കി കിട്ടാൻ നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ്. So to come back to that, we need to repent. That is the main need. എന്നിട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. After that, we need to do the first works. ഇനി ഇല്ലെങ്കിൽ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് 5-ാം വാക്യത്തിൽ പറയുന്നു. So we see, or else what will happen is written in the 5th verse. നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും. I will remove your lampstand from its place. 7 വിളക്കുകളായിട്ടാണ് ഈ സഭയെ കർത്താവ് ചിത്രീകരിക്കുന്നത്. എഫെസോസിലെ പ്രകാശ ഗോപുരമാണ് ഈ സഭ. Yes, Jesus is showing us 7 lampstands, the 7 churches, and in the city of Ephesus, this church was a prominent place in that time. ഈ ക്ഷേത്ര നഗരത്തിൽ, ഈ സ്പോർട്സ് നഗരത്തിൽ സ്വർഗീയ പ്രകാശം കൊടുക്കാൻ വെച്ചിരിക്കുന്ന വിളക്കാണ് ഈ സഭ. So in that city of sports, in that city where the temple existed, this church existed as a church which can give the true light. അതിൽ എണ്ണ കുറയരുത്, അത് കത്തിക്കൊണ്ടിരിക്കണം. നിന്റെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. In that the oil should not decrease, the lamp should keep on burning. Gird up your loins and let the lamp keep on burning. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല, അത് തണ്ടിന്മേൽ അത്രേ വെക്കേണ്ടത്. എല്ലാവർക്കും ആ പ്രകാശം കിട്ടേണ്ടതിന്. Do not light a lamp and hide it under a bushel, but you have to set a lamp on a city on a top hill so that everyone can see the light. എന്നാൽ എഫെസോസ് സഭയിലെ ആദ്യ സ്നേഹം കുറഞ്ഞപ്പോൾ അതിലെ വെളിച്ചം കുറഞ്ഞു. But when the city church of Ephesus, when their first love had decreased, that oil had decreased. സുവിശേഷ പ്രവർത്തനങ്ങൾ ഏകദേശമൊക്കെ നിലച്ചു. The works of the gospel was coming down. പ്രവർത്തനങ്ങൾ ഏകദേശമൊക്കെ നിലച്ചു. Their works all was coming down. പിന്നെ ചെറിയൊരു പാട്ടും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് അവരിങ്ങനെ പോകുകയാണ്. They were somehow managing with short songs and prayers. കർത്താവ് പറയുകയാണ്, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ
ഞാൻ ആ നിലവിളക്കെ അങ്ങ് മാറ്റിക്കളയും. കാരണം ഈ പട്ടണത്തിന് നീ പ്രകാശം കൊടുക്കുന്നില്ലെങ്കിൽ നിന്നെ അവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. The Lord is saying that if you do not repent, I will remove the lampstand from its place, because there is no point keeping the lampstand anymore in that place. പ്രിയപ്പെട്ടവരെ, അവർ മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല. Our dear friends, they were not ready to repent. ഇന്ന് എഫെസോസിൽ ഒരു സഭയില്ല. Today there is no church in the city of Ephesus. എഫസ് എന്ന പേരിലാണ് ഇന്ന് എഫെസോസ് അറിയപ്പെടുന്നത്. Ephesus is known as a city of Ephes in today's terms. ഇത് ടർക്കിയിലാണ്. It is in the modern day Turkey. ആ നിലവിളക്ക് നീക്കിക്കളഞ്ഞു. That lampstand was removed. ഇത് നമുക്ക് ആഴമായ ഒരു സന്ദേശമാണ്. This is a deep message for each one of us. ദൈവം നമ്മളെ വിളിച്ചത് തള്ളിക്കളയാനല്ല. Jesus called us not to cast us off. എന്നാൽ എണ്ണയില്ലാത്ത കനികയായി തീർന്നാൽ തള്ളിക്കളയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. If you become a virgin without having the oil, there is no option but casting off. നിങ്ങളിപ്പോൾ വെല്ലൂർ ഹോസ്പിറ്റലിലെ ലോക പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണ്. Imagine you are all world-renowned doctors who are working in a hospital which is very famous. വെല്ലൂർ ഹോസ്പിറ്റലില് ഒരു ഡോക്ടർ ആകുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. Becoming a doctor in the Vellore hospital is a big thing. പക്ഷെ അവിടെ നിങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ആ ഹോസ്പിറ്റൽ നിങ്ങളെ അവിടെ നിർത്തുമെന്ന് തോന്നുന്നില്ല. But there, if you do not fulfill your responsibility, there is no guarantee that the hospital will lengthen your stay in that place. കർത്താവ് തന്റെ കരുണയിൽ നമുക്ക് അവസരം നൽകുകയാണ്. നിന്റെ ആദ്യ സ്നേഹം പോയി, മാനസാന്തരപ്പെടുക, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ നീക്കിക്കളയും എന്ന് കർത്താവ് പറയുകയാണ്. So the Lord, Jesus is saying, you have to repent, come back to the first works. If not, I will remove the lampstand. He is warning them. നിങ്ങൾക്കറിയാം, പാസ്റ്റർ പൗലോസ് രാമേശ്വരത്തിന്റെ മേഖലയിൽ വന്ന് വലിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തു. അനേകരെ രക്ഷയിലേക്ക് നയിച്ചു. തമിഴ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, ഓർഫനേജുകൾ ഒക്കെ സ്ഥാപിക്കുവാൻ ദൈവം അദ്ദേഹത്തിന് ഭാഗ്യം കൊടുത്തു. As you all know, Pastor Paulus was taken to the place of Rameshwaram. He did a great ministry, shared the gospel with many. He started the Tamil and English medium schools and orphanages, and the Lord did a great work through him. നിങ്ങൾക്കറിയാമോ വേറൊരു രഹസ്യം? Do you know another secret about him? പൗലോസ് ഒരു യോഗത്തിൽ ഇരിക്കുമ്പോൾ, when Pastor Paulus was sitting in a meeting, പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, the Holy Spirit told him, പൗലോസേ, നീ ആ മനുഷ്യനെ നോക്കുക. Paulus, you look at the next person sitting to you. അവനോടാണ് ഞാൻ ആദ്യം രാമേശ്വരത്തേക്ക് പോകാൻ പറഞ്ഞത്. I had told him to first to go to Rameshwaram. പക്ഷെ അവൻ പോയില്ല. But he did not go. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അയച്ചത്. That is why I sent you to that place. അദ്ദേഹം പാസ്റ്റർ പൗലോസ് ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഭയപ്പെടുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. Pastor Paulus, when he shared the secret with me, I was really feared and astonished to hear that. എന്നോട് ദൈവം പറഞ്ഞ കാര്യം ഞാൻ ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് നഷ്ടമൊന്നും വരികയില്ല. എനിക്ക് പകരം വേറൊരാളെ ദൈവം അവിടെ കൊണ്ടുവരും. If the thing the Lord has spoken to me, if I have not done, there is no loss to the Lord. He will bring another person to fulfill that purpose in that place. എഫെസോസ് സഭയാകുന്ന നിലവിളക്കിനോട് കർത്താവ് പറയുകയാണ്, നിന്റെ ആദ്യ സ്നേഹം പോയി, നിന്റെ ആദ്യ പ്രവൃത്തികൾ പോയി, നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട ആദ്യത്തെ ശോഭിച്ചു നിൽക്കുന്ന ഈ വിളക്ക് ഞാൻ എടുത്തു മാറ്റും. So to the church of Ephesus, he is saying, your first love has gone, your first kind of works have gone. If you do not repent and you do the first works, I will remove the lampstand from its place. അത് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. A very sorrowful thing that it really happened in that place. യോഹന്നാൻ പാസ്റ്ററായിരുന്ന, പൗലോസ് പ്രഭാഷകനായിരുന്ന, പരിശുദ്ധാത്മാവ് നേരിട്ടിടപെട്ട ഒരു സഭയ്ക്ക് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഞാനും നിങ്ങളും എത്രയധികം ഭയപ്പെടണം.
when the church which had John as its pastor, Apostle Paul as its orator and preacher, when the Holy Spirit directly dealt with them, that church disappeared. So how much more we need to be conscious of this warning. ഇപ്പോൾ തന്നെ അവരുടെ നല്ല പ്രവൃത്തികളെ കർത്താവ് പ്രശംസിക്കുന്നുണ്ട്. All at the same time, the Lord Jesus is commending their good works also. ആദ്യം അവരെ പ്രശംസിച്ചിട്ടാണ് അവരുടെ കുറവുകൾ പറയുന്നത്. First he is telling their good works and then he is telling their shortcomings. 2:2 വെളിപ്പാട് പുസ്തകം 2:2 ഞാൻ നിന്റെ പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത, കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തത്, കള്ള അപ്പോസ്തലന്മാരെ നീ കണ്ടുപിടിച്ചത്, കർത്താവിന് വലിയ സന്തോഷമായിട്ട് അവരെ പ്രശംസിച്ചു പറയുകയാണ്. The Lord is telling them very commending way. I know your works, your labor, your patience, that you cannot bear those who are evil, and you have tested those who say they are apostles and are not, and have found them liars. In that way, the Lord Jesus is commending them in that second. അവരുടെ പ്രവൃത്തിയെ കർത്താവ് പ്രശംസിക്കുന്നു. അവരുടെ പ്രയത്നത്തെ, അവരുടെ സഹിഷ്ണുതയെ, ചില കാര്യങ്ങൾ തെറ്റിനെ സഹിക്കാതിരിക്കുന്നത്, ചിലത് പരീക്ഷിച്ച് കണ്ടുപിടിക്കുന്നതിലൊക്കെ കർത്താവിന് വലിയ സന്തോഷമാണ്. The Lord is very happy about the way that they are working, their labor, their patience, the way they cannot bear evil and have tested some false apostles. കർത്താവ് പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും അറിയുന്നു. The Lord is saying, I know your works and your labor. എന്താണ് പ്രവൃത്തിയും പ്രയത്നവും തമ്മിലുള്ള വ്യത്യാസം? What is the difference between works and labor? രണ്ടും ഏകദേശമൊക്കെ ഒരുപോലെയാണെങ്കിലും ഒരു വ്യത്യാസമുണ്ട്. Though both are almost similar, there is a difference in that. ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ 10 മുതൽ 5 മണി വരെയുള്ളതായിരിക്കാം നോർമൽ ആയിട്ടുള്ള നിങ്ങളുടെ ജോലി. Maybe you have a normal job life of from 10 a.m. to 5 p.m. അത് നിങ്ങൾ തികയ്ക്കുന്നു, അത് നിങ്ങളുടെ പ്രവൃത്തിയാണ്. That you are completing, that is your work. എന്നാൽ നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുകയാണ്, അത് രാത്രി 10 മണിയായിട്ടും തീർന്നിട്ടില്ല, 12 ആയപ്പോഴാണ് തീർന്നത്. അതിന് പ്രവൃത്തി എന്നല്ല പറയുന്നത്, പ്രയത്നം എന്നാണ് പറയുന്നത്. But you are extending in your operation theater, you are staying up to 10 or 12. It is not a work alone, but it is your laboring in that time. കർത്താവ് നമ്മുടെ പ്രവൃത്തി അറിയുന്നു, നമ്മുടെ കർത്താവ് നമ്മുടെ പ്രയത്നം അറിയുന്നു. The Lord knows our works and the labor or toil we do for him. നമ്മുടെ പ്രവർത്തനങ്ങളെ ആരും അറിയണമെന്നോ അഭിനന്ദിക്കണമെന്നോ ഒന്നും നമ്മൾ ആഗ്രഹിക്കരുത്. It's not a desire that we need to think that others people should know our works. പ്രവൃത്തി ആരും അറിയുന്നില്ലല്ലോ, ആരും അംഗീകരിക്കുന്നില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് നിരാശപ്പെടേണ്ട. കർത്താവ് അറിയുന്നു. കർത്താവിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നെങ്കിൽ കർത്താവ് അത് അറിയുന്നുണ്ട്. Don't be sad that no one is knowing your works, how you're toiling for the Lord. The Lord knows, and that is enough. കർത്താവ് പറയാണ്, നിന്റെ സഹിഷ്ണുത ഞാൻ അറിയുന്നു. The Lord is saying, I know your perseverance. ക്രിസ്ത്യ ജീവിതത്തിൽ വളരെ പ്രധാനമായ ഒന്നാണ് സഹിഷ്ണുത. One of the greatest traits of Christianity is patience. സഹിഷ്ണുത നമുക്കില്ലെങ്കിൽ ആത്മീക ജീവിതം വിജയിക്കുകയില്ല. If we cannot have patience, we cannot have an overcoming life. നമ്മൾ കാണുന്നതിനും കേൾക്കുന്നതിനും വായിക്കുന്നതിനും ഒക്കെ പ്രതികരിച്ച് പോയാൽ നമ്മുടെ കൃപ നഷ്ടപ്പെടും. If you're going to respond to everything that you see and hear and you go and respond to it, we may lose our grace. കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും കേൾക്കാതെയും അറിഞ്ഞിട്ടും അറിയാതെയും സഹിഷ്ണുതയോടുകൂടി നടന്നാൽ ദൈവം നമ്മളെ ആദരിക്കും. Sometimes to show the trait of patience, that way you see and you're not seeing it, the way you hear it and still you're ignoring it, even if you know, you're trying to avoid it, and walking in patience is what the Lord desires. കൊള്ളരുതാത്തവരെ തിരിച്ചറിയണം. You need to find out those who are doing evil. അല്ലെങ്കിൽ അത് അപകടമാണ്. If not, it can be detriment to us. 6 വർഷം കേരളത്തിൽ ഗൈനക്കോളജിസ്റ്റായിട്ട് ജോലി ചെയ്തിരുന്ന ഒരാള് ഒരു കുട്ടി മരിച്ചപ്പോൾ അവര് വാസ്തവത്തിൽ ഡോക്ടറല്ല എന്ന് കണ്ടുപിടിക്കപ്പെട്ടു ഇന്നലെ. There was a person who worked as a gynecologist for 6 years in Kerala, and when a child died, they came to know that this was not a true doctor yesterday. കണ്ടെത്തിയില്ലെങ്കിൽ വലിയ അപകടമായി പോകും. If you are not finding it out or discerning, it can lead to great destruction. ഇവർ കള്ള അപ്പോസ്തലന്മാരെ കണ്ടെത്തി നല്ല അപ്പോസ്തലന്മാരെ സ്വീകരിച്ചു. They tested those who were false apostles and they accepted the good ones.
കള്ളപ്രവാചകന്മാരെയും കള്ള അപ്പോസ്തലന്മാരെയും അവർ മാറ്റി നിർത്തി. They separated the false apostles and false prophets. യഥാർത്ഥ അപ്പോസ്തലന്മാരെയും യഥാർത്ഥ പ്രവാചകന്മാരെയും അവർ സ്വീകരിച്ചു. They accepted the true prophets and the true apostles. തെറ്റിനോട് ഒരു മൃദു സ്വഭാവം അവർക്കുണ്ടായിരുന്നില്ല. They didn't have any soft kind of nature towards evil. യെരുശലേം ദേവാലയത്തിൽ ചാട്ടവാറുമായി നിൽക്കുന്ന യേശുവാണ് അവരുടെ രക്ഷിതാവ്. They knew their Redeemer was Jesus, who stood with a whip in the Jerusalem temple. ആ യേശു സഹിഷ്ണുതയിൽ ഏറ്റവും വലിയവനായിരുന്നു. തന്നെ തുപ്പിയവർക്ക്, തന്നെ തല്ലിയവർക്ക് എല്ലാം മുഖം കാണിച്ചു കൊടുത്തതല്ലാതെ പ്രതികരിച്ചില്ല. That Jesus was a prime example of patience, the one who spit upon him, the one who pulled his beard. He did not retaliate or respond violently towards them. എന്നാൽ ആരാധനാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കിയപ്പോൾ യേശുവിന്റെ സമീപനം വ്യത്യസ്തമായിരുന്നു. But when they turned the place of worship into a den of thieves, the response that Jesus showed was different. കർത്താവിനെ പ്രശംസിച്ച് പറയുകയാണ്, നിങ്ങളുടെ പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത, കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തത്, കള്ള അപ്പോസ്തലന്മാരെ കണ്ട് പരീക്ഷിച്ചവരെ കള്ളന്മാരെന്ന് തെളിയിച്ചത് ഒക്കെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് എന്ന് യേശുവരോട് പറയുകയാണ്. So the Lord is commenting that I know your works, your labor, your patience, that you cannot bear evil, and you have tested those who say they are apostles and are not, and you have accepted the true ones. He is commending them for those things. അവരിൽ കാണുന്ന ഒരു നന്മ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. One more good thing that we see is we read in chapter 2 verse 6. നിക്കോലാവ്യരുടെ നടപ്പ് പകയ്ക്കുന്നു എന്ന ഒരു നന്മ ഞാൻ നിന്നിൽ കാണുന്നു, ഞാനും അത് പകയ്ക്കുന്നു. I see a good thing that you hate the deeds of the Nicolaitans, which I also hate. നിക്കോലാവ്യർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആ എഫെസോസിൽ ഉണ്ടായിരുന്നു. There was a group of Nicolaitans in that city of Ephesus. അവരും ക്രിസ്ത്യാനികളായിരുന്നു. They were also Christians. അവർ യേശുവിൽ വിശ്വസിക്കുന്നവരായിരുന്നു. They also believed in the Lord Jesus. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നവരായിരുന്നു. They believed in the Holy Spirit. ബൈബിൾ വിശ്വസിക്കുന്നവരായിരുന്നു. They believed in the Bible. പക്ഷേ അവർക്ക് ജനങ്ങളെയെല്ലാം കീഴ്പ്പെടുത്തി അവരുടെ മേൽ ഭരണം നടത്തി തങ്ങൾ പറയുന്നത് പോലെ മാത്രം പ്രാർത്ഥിക്കണം, ആരാധിക്കണം, പ്രസംഗിക്കണം എന്നൊക്കെ ശഠിക്കുന്ന ഒരു നിക്കോലാവൻ, ഒരു നേതാവ് ആ എഫെസോസിൽ ഉണ്ടായിരുന്നു. But there was a leader who was Nicolaitans, who wanted to subdue the people and bring them under his authority and teach them certain things that they have to do, follow these rules if they have to follow Christianity. Those kind of sect was in that place of Ephesus. അദ്ദേഹം പറയുന്നത് പോലെ മാത്രമേ അവിടെ കാര്യങ്ങൾ നടക്കാവൂ. ഏത് പാട്ട് പാടണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എല്ലാം ഒരു നിയന്ത്രണത്തിന്റെ കീഴിലാണ്. Only in the manner that he speaks, all in one order, in that authoritative manner should happen. Was that the sect following? എന്നാൽ എഫെസോസിലെ സഭ അതിനെ എതിർത്തു. The church at Ephesus opposed that. യേശു അതൊരു നന്മയായിട്ട് കണ്ടു. Jesus saw that as a good thing. യേശു പറഞ്ഞു, ഞാനും അത് പകയ്ക്കുന്നു. Jesus said, I also hate that. യേശു ഇഷ്ടപ്പെടുന്നതൊക്കെയും ഇഷ്ടപ്പെടുകയും യേശു വെറുക്കുന്നതൊക്കെയും വെറുക്കുകയും ചെയ്യുന്നതിനാണ് ക്രിസ്തീയ ആത്മീകത എന്ന് പറയുന്നത്. True Christian spirituality is the one thing where whatever Jesus loves, you love, and whatever Jesus hates, you also hate. ഈ സഭയിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് വ്യത്യസ്തമായ നിലയിലാണ്. The church that Jesus is appearing to, he is appearing in a different form in two different churches. ഈ 7 സഭകളിലും വ്യത്യസ്തമായിട്ട് യേശു വെളിപ്പെടുന്നു. ഇവിടെ 7 നക്ഷത്രങ്ങൾ വലങ്കരങ്ങളിൽ പിടിച്ച് നിൽക്കുന്ന യേശുവിനെയാണ് ഈ എഫെസോസ് സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അത് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. Jesus is being revealed as the one who holds 7 stars in his right hand. It's written in chapter 2 verse 1. അതിന്റെ അർത്ഥം കർത്താവ് സഭയുടെ മധ്യത്തിലുണ്ട്, തന്റെ ദാസന്മാർ തന്റെ കരത്തിലാണ് എന്നാണ്. That is, the meaning is Jesus is in the midst of his church and his servants are in his hand. 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ 19-20 പറഞ്ഞിട്ടുണ്ട്, ആ നക്ഷത്രങ്ങൾ കർത്താവിന്റെ ദൂതന്മാരാണ്, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരാണ്. 7 വിളക്കുകൾ 7 സഭയാണ് എന്ന് അവിടെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. In chapter 1 verse 19 and 20 it says the 7 stars are the angels
of the seven churches, or the ministers of the churches, and the seven lampstands, they were the seven churches. കർത്താവിന്റെ ദാസന്മാർ കർത്താവിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് അവർ റോമാക്കാരെയോ മറ്റാരെയും ഭയപ്പെടേണ്ടതില്ല. അവർ കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടവരാണ്. കർത്താവിന്റെ കരങ്ങളിലാണ് അവർ കർത്താവിന്റെ കരങ്ങളിലായിരിക്കണം. The servants of the Lord are in the hands of God. They need not please the Roman Empire for their welfare. They are in the hands of God. They need to please God. അവർ നിക്കോല്യാവരുടെ കയ്യിലാകാൻ പാടില്ല. They should not get into the deeds of the Nicolaitans. ആ ബലമുള്ള കരത്തിന്റെ കീഴിൽ താണിരുന്നാൽ കർത്താവ് നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. When we humble under that mighty hand of God, the Lord will lift us up in the due time. ഈ സഭയ്ക്കുള്ള, ജയിക്കുന്നവർക്കുള്ള, മാനസാന്തരപ്പെടുന്നവർക്കുള്ള പ്രതിഫലം എന്താണെന്നും കർത്താവ് പറയുന്നുണ്ട്. There is a reward for those who overcome. This church who overcomes, their reward is also, Jesus is saying. അത് 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. That is written in chapter 2 verse 7. ജയിക്കുന്നവന് ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവന്റെ വൃക്ഷഫലം തിന്മാൻ കൊടുക്കും. To him who overcomes, I will give to eat from the tree of life, which is in the midst of the paradise of God. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാൽ, ആദ്യത്തെ പ്രവൃത്തി ചെയ്താൽ, സഹിഷ്ണുതയും പ്രയത്നവും കള്ള അപ്പോസ്തലന്മാരെ മാറ്റി നിർത്തുന്നതും തെറ്റിനെ എതിർക്കുന്നതും നിക്കോല്യാവരുടെ കയ്യിൽ വീഴാതിരിക്കുകയും ചെയ്താൽ ദൈവത്തിന്റെ പർദീസയിലെ ജീവവൃക്ഷ ഫലം തിന്മാൻ പ്രതിഫലമായി കൊടുക്കും. If they come back to the first love and do their works and their labor and discern the false apostles and not get into the deeds of the Nicolaitans, they will be getting the reward of to eat of the tree of life, which is in the midst of the paradise of God. ഇത് കുറെ കൂടെ മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം ഒന്ന് പോകേണ്ടതുണ്ട്. If we have to understand it more deeper, we need to go to the book of Genesis. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാം. യഹോവയായ ദൈവം, Genesis chapter 3 verse 22 onwards we will read. യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം തമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു നിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതേ എന്ന് കൽപ്പിച്ച് അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവർ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. Genesis chapter 3 verse 22 onwards. Then the Lord God said, Behold, the man has become like one of us to know good and evil. And now, lest he put out his hand and take also of the tree of life and eat and live forever. Therefore the Lord God sent him out of the garden of Eden to till the ground from which he was taken. So he drove out the man, and he placed cherubim at the east of the garden of Eden, and a flaming sword which turned every way to guard the way to the tree of life. ദൈവമാണ് ഏദൻ തോട്ടം ഉണ്ടാക്കിയത്. The Lord created the garden of Eden. ദൈവമാണ് ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചത്. The Lord created Adam and Eve. ദൈവമാണ് ഏദൻ തോട്ടത്തിൽ കൊണ്ടുപോയവരെ ആക്കിയത്. The Lord had placed them in the garden of Eden. ഇപ്പോൾ ദൈവം പറയുകയാണ്, Now the Lord is saying, ഇവർ ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ച് എന്നേക്കും ഭക്ഷിക്കാതിരിക്കേണ്ടതിന് ഇവരെ പുറത്താക്കാം. Lest they turn and eat from the tree of the good and evil and live forever, let us cast them out of this garden. ഇവിടെ ദൈവത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന യഹോവയായ ദൈവം പറയുന്നത് നാം നമ്മെ പോലെ ആയിരിക്കുന്നു, അതുകൊണ്ട് അവരെ പുറത്താക്കാം. അപ്പോൾ ട്രിനിറ്റി കൂടി ഇവരെ പുറത്താക്കുകയാണ്. Here the Father, Son and the Holy Spirit is present. That means the triune God is together putting them out. മാത്രമല്ല, അവർ ഏദൻ തോട്ടത്തിൽ പ്രവേശിച്ച് ഈ വൃക്ഷഫലം തിന്നാതിരിക്കാൻ അഗ്നിജാല പോലുള്ള വാളുമായിട്ട് കെരൂബുകളെ അവിടെ നിർത്തിയിരിക്കുകയാണ്. Not only that, they should not enter back into the garden and eat of the tree of life. There are cherubims which are flaming sword which are turning every way to guard the way to the tree of life. ദൈവം ഇത്ര ക്രൂരനാണോ? Is God so cruel? മനുഷ്യൻ ജീവിക്കുന്നതിൽ ദൈവത്തിന് വിരോധമുണ്ടോ?
what is the problem with man living forever? അവൻ ആ ജീവവൃക്ഷം ഒന്ന് കഴിച്ചാൽ എന്താ കുഴപ്പം? What will happen if he is taking part of the tree of life? അവൻ പാപം ചെയ്യുന്നതിന് മുൻപ് ആ വൃക്ഷഫലം കഴിച്ചിരുന്നെങ്കിൽ ദൈവം തടയുകയില്ലായിരുന്നു. Before he sinned, if he had taken part of the tree of life, he would not have hindered them to take part of it afterwards. എന്നാൽ ഇപ്പോൾ അവൻ പാപിയാണ്. But now he is a sinner. അതുകൊണ്ട് അവൻ പാപത്തിൽ ഒരിക്കലും മരിക്കാതിരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നരകജാതനയായിരിക്കും. Therefore, in a sin, if he is living an eternal life, that will be one of the hellish situation that can happen ever. ഒരു ക്യാൻസർ രോഗി ഒരിക്കലും മരിക്കാതിരിക്കുന്നു, ഒരു എയ്ഡ്സ് രോഗി ഒരിക്കലും മരിക്കാതിരിക്കുന്നു, എത്ര പ്രായമായിട്ട് മരിക്കാതിരിക്കുന്നു. എത്ര ഭയാനകമായിരിക്കും ഈ ലോകം. Imagine a cancer patient is whatever situation he is not dying. In a HIV patient he is not dying. How much ever old you're becoming, you're not dying. ആരും മരിക്കാതിരുന്നെങ്കിൽ ഈ ലോകം എത്ര ഭയാനകമായേനും. If no one had died, how this was fearful this world would have become. പാപം ചെയ്യാതിരുന്നെങ്കിൽ ദൈവം അവരെ ഈ പ്രപഞ്ചത്തിലെ പല ഗോളങ്ങളിലും ആക്കുമായിരുന്നു. അത് വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും, എന്തിനാണ് ദൈവം ഈ ഗോളങ്ങളെയെല്ലാം സൃഷ്ടിച്ചതെന്ന്. പക്ഷേ പാപത്തിലായപ്പോൾ അവൻ എന്നേക്കും ജീവിക്കുക ഏറ്റവും അപകടകരമായ കാര്യമാണ്. If they had not sinned, God would have placed them, each of them, in different parts of the universe. When we come to the end of the Revelation, we will see how God had planned that if they had not sinned, they could have eternal habitations. അതുകൊണ്ട് ദൈവം അവനെ മരിക്കുവാൻ അനുവദിച്ചു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും നിയമിച്ചു. That is why the Lord ordained for once a man is to die and then he is to face judgment. ആ മരണത്തിലൂടെ അവനെ രൂപാന്തരപ്പെടുത്തി ഒരു പുതിയ ശരീരത്തിന് അവനെ ഉടമയാക്കി മാറ്റും. Through that death he can be transformed into a new body and he can be in his presence. ആദാം പരാജയപ്പെട്ടതുകൊണ്ട് അവന് ജീവവൃക്ഷഫലം ഭക്ഷിക്കാൻ കഴിഞ്ഞില്ല. Because Adam failed, he could not take part of the fruit of the tree of life. അവനെ പരദീസയിൽ നിന്ന് പുറത്താക്കി. He was cast out of the paradise of God. ഇവിടെ കർത്താവ് പറയുകയാണ്, here the Lord is saying, നീ ജയിക്കുകയാണെങ്കിൽ, if you overcome, നീ ആദാമിനെ പോലെ പരാജയപ്പെടാതിരിക്കുകയാണെങ്കിൽ, if you like Adam not fail, എന്നോടുള്ള ആദ്യ സ്നേഹം വിട്ട് സാത്താന്റെ ഉപദേശം ഹവ്വ കേട്ടതുപോലെ നീ കേൾക്കാതിരുന്നാൽ, if you do not heed like leaving the first love and hearing the advice from Eve, ദൈവത്തിന്റെ പരദീസയിലെ ജീവവൃക്ഷ ഫലം ഞാൻ നിനക്ക് നൽകും. I will give you to eat of the fruit of the tree of life in the paradise of God. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പരദീസയിലെ ആ നദിയുടെ ഇരുവശങ്ങളിലും ജീവവൃക്ഷ ഫലം നിൽക്കുന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. In the chapter 2 of Revelation, we see that in the paradise of God, there is that the tree of life, and there's that which is there in the midst of the river. ആദാമിന്റെ കാലത്ത് ദൈവമാക്കിയിരുന്ന ആ ഭൂമിയല്ല ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഭൂമി. It is not the earth or the land that we see that was in the days of Adam. അത് പാഴും ശൂന്യമായി കഴിഞ്ഞ് ഉണ്ടായ മനോഹരമായ ഭൂമിയാണ്. അത് പാപം വന്ന് പിന്നെ ശപിക്കപ്പെട്ടു. നമ്മുടെ ദ്രോഹം കൊണ്ട് പല ദോഷങ്ങളുണ്ടായി. അതുകൊണ്ട് ദൈവം ആദ്യം സൃഷ്ടിച്ച ഭൂമി പോലെ, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്, അതേ ഭൂമി, നവീകരിക്കപ്പെട്ട ഭൂമി, രോഗമോ ദുഃഖമോ ഒന്നുമില്ലാത്തൊരു ഭൂമി, അനർത്ഥമോ അപകടമോ സുനാമിയോ ഒന്നുമില്ലാത്തൊരു ഭൂമി ദൈവം ഉണ്ടാക്കും. ദൈവം ഈ ഭൂമിയെ നവീകരിക്കും. The ground was cursed because of Adam's sin. It was void and there were a lot of destructions happening. But the Lord is creating a new heavens and new earth, the one he had created in Genesis 1 verse 1. In the beginning, the Lord created the heaven and earth where there is no destruction, there is no curse, there is no sickness, there is no poverty or any kinds of tsunamis. ജയിക്കുന്ന ഒരു വ്യക്തി മരിച്ചാൽ അവൻ സ്വർഗീയ പരദീസയിലേക്ക് പോകും. If the person who is overcoming, if he is dying, he will go to the paradise of God.
കർത്താവ് വരുമ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകും. When the Lord comes, he will be risen up and he goes to heaven. 7 വർഷം കഴിഞ്ഞ് അവൻ ഭൂമിയെ ഭരിക്കേണ്ടതിന് യേശുവിനോടൊപ്പം ഈ ഭൂമിയിൽ വരും. 7 years later, to rule over the earth, he will come back after 7 years. 1000 വർഷത്തെ ഭരണത്തിന് ശേഷം അവൻ വീണ്ടും യേശുവിനോടൊപ്പം സ്വർഗത്തിൽ പോവുകയും ഈ ഭൂമി കത്തിയുരുകി പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും. There will be 1000-year reign, and after that he goes back with the Lord, and this earth is put on fire, and there is a new heaven and a new earth created. അവിടെ പുതിയ യെരൂശലേം ഇറങ്ങി വരും. There the new Jerusalem descends. അവിടെ ദൈവം ഉണ്ടായിരിക്കും, ദൈവത്തിന്റെ സിംഹാസനം ഉണ്ടായിരിക്കും. There the Lord will be there, his throne will be there. അവിടെ യേശു ഉണ്ട്. There Jesus is in the midst. അവിടെ പരിശുദ്ധാത്മാവുണ്ട്. There the Holy Spirit is there. അവിടെ വിശുദ്ധന്മാരുണ്ട്. There the holy saints of God are there. അവിടെ രാത്രിയും പകലും ആരാധനയാണ്. There day and night there is worship going on. സിംഹാസനത്തിന്റെ കീഴിൽ നിന്നൊരു നദി ഒഴുകുന്നുണ്ട്. There is a river going forth from the throne of God. അതിന്റെ ഇരുവശങ്ങളിലും ജീവവൃക്ഷം നിൽക്കുകയാണ്. On either sides there are trees of life standing. ഇവിടെ യേശു സഭയോട് പറയുകയാണ്, ജയിച്ചാൽ നീ ജീവവൃക്ഷത്തിന്റെ ഫലം നിനക്ക് തിന്മാൻ നൽകും. Here the Lord is saying to the church, if you overcome, you will get the reward of eating of the fruit of the tree of life. ആ പഴം തിന്നുക എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്. It is not important that you are able to eat the fruit of the tree. ആ വൃക്ഷഫലമുള്ള പരദീസയിൽ എത്തുക എന്നുള്ളതാണ്. But to reach to that paradise of God where the tree of life is present is important. അതിനെ നമ്മൾ ജയിക്കേണ്ടതായിട്ടുണ്ട്. That is what is the reason that we need to live. അപ്പോൾ എഫെസോസ് സഭയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. So we have been discussing about the church at Ephesus. അത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. That we have seen in the Revelation chapter 2 verse 1 to 7. ആ സഭയിൽ യേശു വെളിപ്പെടുന്നത് 7 നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ തന്റെ ദാസന്മാരെ കരങ്ങളിൽ ഏന്തി നിൽക്കുന്ന യേശുവിനെയാണ്. There we see Jesus, who is seen to them as a one who is holding the 7 stars in his hand. ആ സഭയിലെ കുറേയധികം നന്മകൾ 2-ാം വാക്യത്തിൽ അവരുടെ പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത, കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തത്, കള്ള അപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ചത് ഒക്കെ കർത്താവ് എന്നവരെ പ്രശംസിക്കുകയാണ്. Their various good works are commended in verse 2. Their works, their labor, their patience, how they cannot bear evil, and how they attested the false apostles. 6-ാം വാക്യത്തിൽ നിക്കോല്യാവിനെ അവർ പകച്ചു, അത് കർത്താവിന് വളരെ സന്തോഷമായി പോയി. 6th verse, they hated the deeds of Nicolaitans, and that was pleasing to the Lord. അവസാന വാക്യത്തിൽ പറഞ്ഞു, നീ ജയിക്കുകയാണെങ്കിൽ, നീ മാനസാന്തരപ്പെട്ട് പഴയ പ്രവൃത്തി ചെയ്ത് ജയിക്കുകയാണെങ്കിൽ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ നൽകും. In the last verse, he mentions, if you repent and you do the first works and you overcome, you would be able to eat of the fruit of the tree of life. ഈ ദൂത് നമ്മളോടുള്ള ദൂതായിട്ട് നമുക്ക് ഏറ്റെടുക്കാം, പഠിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ 2-ാമത്തെ സഭയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി. നിങ്ങളെ സ്നേഹിതരെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഈ ദൈവവചനം പഠിക്കുവാനായിട്ട് നിങ്ങൾ ക്ഷണിക്കണം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. Shall we receive the message that is to this church of Ephesus as our own, and we will learn about the next church in the coming week. I would request all of you to invite your friends and pray for this meeting. Thank you all. God bless you. Thank you so much, Pastor, for teaching us from the Word of God. Praise God. I kindly request everyone to just hold on before exiting for maybe another 2 more minutes. I'd like to share some more Thank you Pastor. പാസ്റ്ററിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. This time I would want to extend my great thanks to the pastor. പാസ്റ്റർ ഇന്ന് സംസാരിച്ചപ്പോൾ ഒരു വലിയ ദൈവ സാന്നിധ്യം എനിക്കിവിടെ അനുഭവിക്കുകയുണ്ടായി. When pastor was speaking, I could experience a great presence of God here. എനിക്ക് തോന്നി അവസാനം പെട്ടെന്ന് ഈ സൂം മീറ്റിംഗ് നിർത്തി പോകാതെ നമുക്ക് എല്ലാവരും ഒന്നുകൂടെ ഒന്ന് സമർപ്പിച്ച് ദൈവസന്നിധിയിൽ ഒന്നുകൂടെ ഒന്ന് സമർപ്പിച്ച് ഒരു പുതുക്കത്തോടു കൂടി ഇന്നത്തെ ഈ സൂം മീറ്റിംഗ് നിർത്തണമെന്നുള്ള ഒരു ദൈവം നടത്തുന്ന ദൈവം. I sensed it in my heart that not just to abruptly stop this meeting,
but to dedicate our lives, resubmit our lives, and renew our hearts in the presence of God. ഒത്തിരി വചനം കേൾക്കുന്നുണ്ട്, പക്ഷെ ആ വചനം കേട്ട് അതിനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന്റെ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്നത്. We are hearing a lot of word of God, but when we are applying the word of God in our lives, is the true power of God which is manifest working in our lives. എത്ര സന്തോഷകരമായിരിക്കുന്നു നമ്മുടെ പ്രത്യാശ എന്തെന്ന് നമുക്ക് അറിയുമ്പോൾ. What a joyous situation it is that when we know what our blessed hope is. നമ്മൾ ഈ കാലത്ത്, ഈ അന്ത്യനാളിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് കർത്താവിന്റെ രണ്ടാം വരവിനെ പറ്റിയും അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളും അത് കഴിഞ്ഞുള്ള കാര്യങ്ങളും വർഷങ്ങളെ പറ്റിയും ഒക്കെ അറിയുമ്പോൾ ഈ യേശുവിനെ അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. When we come to know the Lord Jesus and how the second coming of the Lord is and what all is going to happen in the future, when I know it, what a great joy is what is filling my heart. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. And we all close our eyes and shall we pray to God. എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. Shall we all submit our lives into the hands of God? ഇന്ന് കേട്ട വചനം പോലെ ഞാൻ എന്റെ ആദ്യ സ്നേഹത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ, as we heard from the word of God, if I have left from my first love, എല്ലാവരും ഒന്ന് സെൽഫ് എക്സാമിൻ ചെയ്താട്ടെ. shall we all examine ourselves? ഞാൻ കർത്താവിനെ അറിഞ്ഞ സമയത്ത് എനിക്ക് എത്രത്തോളം വാഞ്ച ഉണ്ടായിരുന്നു, എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു, ആ ഒരു നിലവാരത്തിലാണോ ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്? Lord, what amount of love, what great love I had when I came to know Him. Am I still staying in that level now? അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്നുകൂടെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കും. If it is not that way, shall we all submit once again into the presence of God? എന്റെ പാപങ്ങളെല്ലാം നീ ക്ഷമിക്കണം. Lord, forgive us of all our trespasses, O God. ഈ മീറ്റിംഗിൽ കൂടി വന്നിരിക്കുന്ന ആരെങ്കിലും യേശുവിനെ അറിയത്തില്ലെങ്കിൽ, those who have come in the Zoom meeting, and if you have not come to know the Lord Jesus, ഈ കർത്താവിനെ നീ വിശ്വസിക്കുന്നുവെങ്കിൽ, if you believe on the Lord Jesus, നിനക്ക് നിത്യജീവൻ തരുമെന്ന് അവൻ ഉറപ്പു നൽകും. He is guaranteeing you that He will give you eternal life. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു Shall we all confess our sins? അവനോട്, കർത്താവേ, ഞാനൊരു പാപിയാകുന്നു, നീ എന്റെ പാപങ്ങളെല്ലാം നീ ക്ഷമിക്കണം. Shall we repent and ask God, Lord, I am a sinner. Lord, forgive me from all my sins. കാൽവരി ക്രൂശിൽ നീ എനിക്ക് വേണ്ടി മരിച്ചല്ലോ, എനിക്ക് വേണ്ടി ആ രക്തം ചിന്തി എന്റെ പാപങ്ങളെല്ലാം നീ കഴുകിയതാണല്ലോ കർത്താവ്. Lord, you died for me on the cross. You shed your blood for me and paid all that is for me, O God. കർത്താവേ, ഞാൻ ഇതുവരെ ജീവിച്ച ഒരു ജീവിതമല്ല എനിക്ക് ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം കർത്താവേ, ഒരു പുതിയ ചാപ്റ്റർ കർത്താവേ എന്റെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. Lord, the life that I have lived till now is not that what I desire, O God. A new chapter, a new beginning, O God, that you will proclaim it over my life, O God. യേശുവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണം. Lord Jesus, wash me with your precious blood. കർത്താവേ, അങ്ങയുടെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ കർത്താവേ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് കർത്താവേ എന്നെ ശുദ്ധിയുള്ളവനാക്കണം. Lord, prepare me for your second coming. Wash me, O God, with your precious blood of Jesus and cleanse me, O God. അതുപോലെ കർത്താവേ, ഈ ലോകമെമ്പാടും അങ്ങേ അറിയാത്തവരോട് കർത്താവേ സുവിശേഷം പറയുവാൻ കർത്താവേ നീ ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഒരു ബലം തരണമേ, ഒരു അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, we pray that you will pour out upon us your anointing, that we will be able to preach your word, the gospel of God, to those who don't know about you, O Father. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. Lord, we pray and bless each and everyone who has assembled, come together in this meeting in the name of Jesus. അവരെന്തൊക്കെ ഭാരത്താൽ ഇന്ന് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, Lord, whatever kind of burdens that they have come and joined in this meeting, O God. നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ കർത്താവെ വിടുതൽ അയക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, even as we pray, Lord, in the name of Jesus, that you would send forth your deliverance into their lives, O God. The word says He sent His word and healed them, O Father. Right now, let there be healings and deliverances taking place, O Father God. In the name of Jesus, we pray. Amen. Amen.